ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചു, ഓണം വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചിരിക്കുമായിരിക്കും അല്ലേ. ഞങ്ങളും ഇവിടെ ഞങ്ങൾ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു. ഓണം വെക്കേഷനൊക്കെ അതേ തീരാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓണത്തിൻ്റെ ചെറിയ വിശേഷങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു കുട്ടി വ്ളോഗാണ് ഇന്ന്. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു. ഒരു ചെറിയൊരു പൂക്കളമൊക്കെ ഒരുക്കി. അപ്പോൾ പൂവൊക്കെ തലേന്ന് തന്നെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുക്കിയൊക്കെ വെച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ പൂക്കളിടുന്നതാണ്. ഞങ്ങളുടെ ഒരു കൊച്ചു പൂക്കളം ഇതാണ് കേട്ടോ. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുഞ്ഞ് വിളക്കും വെക്കും. എല്ലാ വർഷവും മാറി മാറിയാണ് ഓരോ വിളക്കുകൾ വെക്കാറ്. ഞങ്ങളുടെ എല്ലാ വർഷത്തിൻ്റെ ഓണത്തിൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ചാനൽ തുടങ്ങുന്നതിന് മുമ്പും ഞങ്ങൾ ഇതുപോലെ തന്നെ എല്ലാ വർഷവും മക്കൾ ജനിച്ച പിന്നെ ഓണം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഈ കാണുന്ന തറ എനിക്ക് റെഡിമെയ്ഡായിട്ട് ഹസ്ബൻഡ് വാങ്ങി തന്നതാണ്. കല്യാണത്തിന് മുമ്പ് വീട്ടിൽ വെച്ച് അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഹിന്ദുസ് ഉണ്ട്. അവരിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് ഒരു നമ്മുടെ ഇഷ്ടിക വെച്ച് തറ കെട്ടി ചാണകം വെച്ച് മെഴുകി ഞാൻ ചെയ്യുമായിരുന്നു. അതിവിടെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എവിടെയോ പോയപ്പോൾ ഒരു ഉത്രാടത്തിൻ്റെ അന്ന് 4 കൊല്ലം മുമ്പ് ഒരു കോവിഡ് ടൈമിലാണെന്ന് തോന്നുന്നു എനിക്ക് കൊണ്ടു തന്നതാണ്. ഒരു കേടും വന്നിട്ടില്ല കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. അത് ഞങ്ങൾ ഉപയോഗം കഴിഞ്ഞ് അങ്ങ് വയ്ക്കും. അത് 7 തൃക്കാക്കരപ്പൻ ഉൾപ്പെടുന്ന ഈ ഒരു തറ ഉൾപ്പെടെ സെറ്റായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഒറ്റ സംഖ്യയാണ് തൃക്കാക്കരപ്പം വെക്കേണ്ടത്. അപ്പോൾ അത് 7 എണ്ണം. അതിന് നമ്മളിങ്ങനെ എന്താ പറയുക, തൃക്കാക്കരപ്പൻ ഒരിക്കലൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതൊരു പിള്ളേരെ കാണിക്കാനായിട്ട് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചു. അതിൽ നിറച്ച് പൂവിട്ടു. അതിൽ ഹിന്ദുസൊക്കെ ശരിക്കും അതിൽ തുമ്പക്കുടമാണ് ഇടുന്നത്. എനിക്കതിനെക്കുറിച്ച് പ്രായോഗികമായ അറിവുകളൊന്നുമില്ല. നമ്മളിവിടെ അതൊന്ന് മക്കളെ കാണിക്കാൻ വെക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് മക്കളെ പെട്ടെന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അവർ തൃക്കാക്കരപ്പനെ വെക്കുന്നവരാണ്. 2 പേരും ഓരോരുത്തരെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഞാനപ്പോഴും റെഡിയായില്ലായിരുന്നു, കാരണം എനിക്ക് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അന്ന് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനിപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് നമ്മൾ വള്ളുവനാടൻ സ്റ്റൈലിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാറുള്ളത്. പണ്ട് നമ്മൾ ഇഡ്ഡലി സാമ്പാറുമൊക്കെ ആയിരുന്നു. പിന്നീടാണ് കണ്ടത് ഓണം സ്പെഷ്യലായിട്ട് പഴം പുഴുങ്ങിയത്, പപ്പടവും കായവറുത്ത ഉപ്പേരിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കണം എന്നുള്ളത്. നല്ല ടേസ്റ്റാട്ടോ. പക്ഷേ എല്ലാവർക്കും അത് മാത്രം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പുട്ടും കൂടി ഉണ്ടാക്കും. ആവശ്യക്കാർക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടി കുഴച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ ചെണ്ടമുറിയൻ എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടി ഉണ്ടാക്കി. നമ്മുടെ പുഴുങ്ങിയ പഴം ചെണ്ടയുടെ ഷേപ്പിൽ ചെറുതായിട്ട് നുറുക്കിയിട്ട് നെയ്യിൽ വഴറ്റി ശർക്കര വിളയിച്ചതിലിട്ട് കുറച്ച് തേങ്ങയിട്ട് മിക്സ് ചെയ്തെടുക്കും. നല്ല അപാര ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് റെഡിയായി. പിന്നെ ഓണ സ്പെഷ്യൽ നല്ല തകൃതിയായ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ ഫോട്ടോസ് എടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നല്ല ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് നടത്താറുണ്ട്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. വലിയ ഫോട്ടോഷൂട്ട് എന്നൊക്കെ ഇതിനെ വിളിക്കാൻ പറ്റുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മക്കളൊക്കെ നമ്മുടെ ഒപ്പമുള്ള ഈ ഒരു ടൈം മാത്രമല്ലേ നമുക്ക് ഓർക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. കുറേ വർഷം കഴിഞ്ഞാൽ അവർ വലുതാവും, അവർ ജോലി സംബന്ധമായിട്ട് പല സ്ഥലത്തോട്ട് പോകും. അപ്പോൾ ഓണത്തിനൊന്നും അവരുണ്ടാവില്ല. അപ്പോൾ ഓർക്കാനും ഓമനിക്കാനുമായിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കും. നമ്മൾ ഒരിക്കൽ ഇതിൻ്റെ അടിയിലൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതാണ്. നമ്മുടെ ഭാവിയിലേക്കുള്ള ഓർമ്മകളാണല്ലോ ഉണ്ടാക്കുക. ഓണമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അതിനൊക്കെ ശേഷം ഞങ്ങളിതാ നല്ല വിഭവസമൃദ്ധമായ ഓണസദ്യയാണ്. വിഭവസമൃദ്ധമാണോ എന്നൊന്നും അറിയില്ല, കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ ഞങ്ങൾക്കിതൊക്കെ ഭയങ്കര ധാരാളം കേട്ടോ. അതുപോലെ തന്നെ 2 തരം പായസം ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നമ്മൾ ഓണത്തിന് എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ടേ പുറത്തോട്ടൊക്കെ പോവുള്ളൂ. കാരണം ഓണത്തിൻ്റെ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ വയറ് നിറച്ചുള്ള ഓണസദ്യയും ഓണപ്പായസമൊക്കെ കഴിച്ചു. ഓണപ്പായസത്തിൻ്റെ മത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം ഈവനിങ് ഒന്ന് പുറത്തോട്ട് മറൈൻ ഡ്രൈവിലൊന്ന് കറങ്ങാൻ പോയി. സാധാരണ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ടാണ് പോകാറുള്ളത്. അവിടെ ഡാഡിയും മമ്മിയും ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ കൂടാൻ പോകും. പക്ഷേ നാളെ പിറ്റേ ദിവസം ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 3-ാം ഓണമാണ് വീട്ടിൽ കൂടാമെന്ന് കരുതിയത്. അതുകൊണ്ട് തന്നെ തിരുവോണം ഫ്രീ ആയിരുന്നു. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് മറൈൻ ഡ്രൈവ് മൊത്തം കറങ്ങി. അതിന് ശേഷം ഞങ്ങൾ ഗുണാക്കേവ് എക്സിബിഷൻ കാണാൻ കയറി. ഇതിൻ്റെ ഗുണാക്കേവിൻ്റെ എക്സിബിഷൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അതിന് ശേഷം ഗുണാക്കേവൊക്കെ കറങ്ങി കഴിഞ്ഞതിന് ശേഷം നല്ല അടിച്ച് പൊളിച്ച് നല്ല കളർഫുള്ളായ ഓണമായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ദാര്യാസി കയറി ഒരു ചില്ലി പൊറോട്ടയൊക്കെ കഴിച്ചു. അങ്ങനെ നല്ല കളർഫുള്ളായ അടിച്ച് പൊളിച്ചുള്ള ചാടി പറഞ്ഞുള്ളൊരു ഓണമായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.